ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസഫലം വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സെപ്റ്റംബർ മാസം എങ്ങനെയാകും. അപ്പോൾ നമുക്ക് ആദ്യം ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശിയാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 18-ന് അഷ്ടമത്തിൽ നിന്നും 9-ലേക്ക് രാശി മാറുന്നു. സൂര്യൻ 17-ന് 11-ലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ 7-ന് 11-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ ഗുരു ആണെങ്കിൽ 9-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ശുക്രൻ സെപ്റ്റംബർ 2-ന് 12-ാം ഭാവാധിപനാണ്. ആ ശുക്രൻ 12-ാം ഭാവ രാശിയിലേക്ക് രാശി മാറുന്നു. ശനി 5-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 4-ലും കേതു 10-ലും സ്ഥിതി തുടരുന്നു. അതായത് ശുക്രൻ, ബുധൻ, രവി, കുജൻ ഈ 4 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റം വരുന്നത്. പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ 3 ഗ്രഹങ്ങൾ നല്ല ബലവാനായിട്ട് നിൽക്കുകയാണ്. അതായത് ഗുരു 9-ല് ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. അതുപോലെ 11-ൽ ബുധൻ പ്രത്യേകിച്ച് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ ശുക്രൻ 12-ാം ഭാവാധിപനായിട്ട് 12-ൽ ബലവാനായിട്ട് വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഗ്രഹസ്ഥിതി വെച്ച ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യ പകുതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അപ്പം അതേസമയം ചൊവ്വ എന്ന് പറയുന്നത് 6-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ്. അപ്പോൾ അതുപോലെ 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ലേക്ക് വരുന്നു എന്നുള്ളതും വിപരീത രാജയോഗമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇനിഷ്യലി ഉണ്ടാകാം. പക്ഷേ ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ആദ്യ പകുതി ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇഷ്യൂസൊക്കെ ചിലർക്കുണ്ടാകാം. ചില ഇൻഫെക്ഷൻ, അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ സഡനായിട്ട് റിക്കവറി അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. അതേസമയം ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നീചരാശിയിലേക്ക് വരുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ വറിയേണ്ട കാര്യമില്ല. കാരണം അവിടെ ആ ഗുരുവുമായിട്ട് ഉച്ചനായിട്ട് ഉള്ള ഒരു ഗ്രഹം 9-ൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ കുജൻ്റെ നീചസ്ഥിതി വലിയ ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ആ ഗുരു മംഗള യോഗം അവിടെ വരുന്നുണ്ട്. അപ്പം ഇമ്മ്യൂണിറ്റി കുറവിന് സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് പോവുക. ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 2-ലൊക്കെ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. 2-ൽ ശനിയുടെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പം ആഹാരത്തിലൊക്കെ ഒന്ന് കുറേ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കി പോവുക. അതൊക്കെ നമുക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കുവാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. കൂടുതൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും. അതൊക്കെ അവർക്ക് മാനസികമായിട്ട് ഒരു ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി. അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി പ്രത്യേകിച്ച് 16 വരെ ആ 10-ാം ഭാവരാശിയിൽ നിൽക്കുകയാണ്. അതേസമയം 10-ൽ കേതു ഉണ്ട്. തൊഴിൽപരമായിട്ട് വേണമെങ്കിൽ അതൊരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. 10-ലെ രവി എന്ന് പറയുമ്പോൾ ആ രവിക്ക് ദിഗ്ബലമുള്ള ഒരു സമയം എന്ന് പറയാം. അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ന്യായം നീതിബോധത്തോടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള സമയമാണ്. തൊഴിലിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ സൂര്യനാണ്. അപ്പോൾ സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആദ്യ പകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ നമുക്ക് കർമ്മ മേഖലയിൽ ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാൻ കഴിയും. അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് 10-ലെ സൂര്യനെ സൂചിപ്പിക്കുന്നത്. സർക്കാർ തലത്തിലൊക്കെ സ്വാധീനം കൂടാവുന്ന സമയമാണ്. അപ്പോൾ അധികാരം, പദവി ഇവയൊക്കെ ഉയരാം.
സർക്കാർ സർവീസിലുള്ളവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമെന്ന് പറയാം. അതുപോലെ ഈ പൊളിറ്റിക്സിൽ ഒക്കെ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് നമുക്ക് ആ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് പറയാം. അതുപോലെ സൂര്യനും കേതുവുമായിട്ടൊക്കെ ആദ്യ പകുതി യോഗം വരുന്നുണ്ട് 10 എന്നുള്ളത് കൊണ്ട് നമ്മൾ തൊഴിലിലൊക്കെ ഉയർച്ച വരാം, തൊഴിലിലൊക്കെ ചിലപ്പോൾ നമുക്ക് സ്ഥാനക്കയറ്റം വരാം, സർവീസ് തലത്തിലൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് മുഖാന്തരം നമുക്ക് ഈഗോ തലത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് കേതുവുമായിട്ടുള്ള യോഗം വരുമ്പോൾ നമ്മൾ ഈഗോ സറണ്ടർ ചെയ്യുക. അങ്ങനെ ചെയ്തു പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക. അത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഈ പ്രത്യേകിച്ച് ചിലരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഉത്തരവാദിത്വം, അതുപോലെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പാക്കേജ് ഇൻക്രിമെൻ്റ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഗുണാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ സൂര്യൻ 11 നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഉച്ചനായിട്ട് അവിടെ നിൽക്കുന്നു. ആ രവി ബുധ യോഗമൊക്കെ 11 വരുന്നു. അപ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള ചില നേട്ടങ്ങൾക്കും അത് സാധ്യത കാണിക്കുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ നമുക്ക് സൗഹൃദങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സർക്കിൾ വഴിയോ ഒക്കെ തന്നെ അതുമായിട്ടുള്ള ബന്ധം നമുക്ക് കരിയർ തലത്തിൽ ഒരു സക്സസ്സിന് വഴിതെളിക്കും എന്ന് പറയുക. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധനാണ്. ആ ബുധൻ 7 മുതൽ ആ 11ാം ഭാവരാശിയിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ ബിസിനസ്സുകാരകൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്, ഉച്ചരാശിയിലാണ്. അപ്പോൾ ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പ്രോഫിറ്റൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്തൊക്കെ ഗുരു നിൽക്കുന്ന സമയം കൂടിയാണ്. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബിസിനസ്സിൽ വരുമാനം കൂടുന്നതിനും അതുപോലെ പ്രത്യേകിച്ച് ലാഭവർദ്ധനവിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ഈ കൂട്ടു സംരംഭങ്ങൾ വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനുള്ള പ്ലാന്, അതിൻ്റെ സ്ട്രാറ്റജി, അവയ്ക്കൊക്കെ രൂപം നൽകുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ശുക്രൻ 7ാം ഭാവാധിപനാണ്. 7ാം ഭാവാധിപനെ ശുക്രൻ 12 ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ വിദേശ വിപണനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ കൂടാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2ഉം 5ഉം ഭാവാധിപൻ ഗുരുവാണ്. അപ്പോൾ ഈ 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലാണ്. അപ്പോൾ 5ൽ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ജ്ഞാനകാരകനായിട്ടൊരു ഗ്രഹമാണ്. അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 11 ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഉച്ചരാശിയിലാണ് ആ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ വിദ്യാകാരകൻ ബലവാനാണ്, ജ്ഞാനകാരകൻ ബലവാനാണ്, 5ാം ഭാവാധിപൻ ബലവാനാണ്, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പഠനം 5 ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠനം റിവ്യൂ ചെയ്യുന്ന സമയമാണ്, പഠനം അവലോകനം ചെയ്യുന്ന സമയമാണ്. പഠനം റിവ്യൂ ചെയ്ത് നമുക്ക് ഈ പഠനത്തിലെ പോരായ്മകളൊക്കെ കറക്റ്റ് ചെയ്ത് പഠനത്തിലൊക്കെ ഫോക്കസ് കൂട്ടി പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ 5ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിന്നുകൊണ്ട് 5ലേക്ക് ദൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് തലത്തിൽ നമുക്ക് ഒരു ഉയർച്ച, കൂടുതൽ ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് വളരെ ഗുണാനുഭവം പഠനത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് തന്നെ പറയാം. മാത്രമല്ല ഗുരുക്കന്മാരുടെയൊക്കെ ഗൈഡൻസ്, ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷം നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈശ്വര കടാക്ഷം കിട്ടാവുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ഭാഗ്യസ്ഥാനത്ത് നിന്ന് നോക്കുന്നു. അപ്പോൾ ഒരു ഈശ്വര കടാക്ഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഈശ്വരീയമായ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 9 ഗുരു ഉച്ചസ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ ഭാഗ്യനേട്ടങ്ങൾ, നമ്മൾ ഹയർ സ്റ്റഡീസിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഭാഗ്യനേട്ടങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ
ഉള്ള അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയം കൂടെയാണ്. വിദേശ പഠനത്തിനും അനുകൂല സമയമാണ്. വിദേശത്ത് ഉന്നത പഠനം, ഗവേഷണം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ പഠനത്തിൽ ചില അംഗീകാരങ്ങൾ, ചില റിവാർഡ് ഒക്കെ കിട്ടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ധനഭാവാധിപൻ എന്ന് പറയുന്നത്, അതുപോലെ ധനകാരകൻ ആയ ഗുരു, ധനഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. ഉച്ചരാശിയിലാണ് ആ ഗുരു നിൽക്കുന്നത്. ഇപ്പോൾ ധനകാരകൻ ഉച്ചസ്ഥിതനാണ്. അപ്പോൾ അവസാനത്തെ പകുതി ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും ആ ഗുരുവിനോടൊപ്പം യോഗം ചെയ്യുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ ആ ഗുരു മംഗള യോഗം അവിടെ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സെപ്റ്റംബർ 7-ന് 11 തന്നെ ഉച്ചസ്ഥനായിട്ട് വരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ധനനേട്ടത്തിൻ്റെ സമയം എന്ന് പറയാം. ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. നിരവധി സോഴ്സിൽ നിന്ന് അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കരിയർ തലത്തിലാകാം, ബിസിനസ് തലത്തിലാകാം, പഠന തലത്തിലാകാം, മറ്റെന്തെങ്കിലും അംഗീകാരങ്ങൾ വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ധനാഗമനം കൂടുന്നതിന് സഹായകമാകും. ശുക്രൻ 12-ൽ നിൽക്കുന്ന സമയം കൂടെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ധനവരുമാനം നമുക്കുണ്ടാകും. എങ്കിലും അതുപോലെ സുഖച്ചെലവ് കൂടുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ലേക്ക് രാശി മാറുന്നു സെപ്റ്റംബർ 2-ന്. ഇപ്പോൾ ചിലർ 7ാം ഭാവാധീൻ 12-ലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ ദൂരസ്ഥലത്തു നിന്നൊക്കെ ചിലപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ദൂരസ്ഥലത്തുനിന്ന് വിവാഹ ആലോചന വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വിദേശത്ത് നിന്നുള്ള ഒരു ബന്ധത്തിനുമൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ആലോചന വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരു ജീവിത പങ്കാളി ചിലപ്പോൾ ഈ സമയത്ത് കണ്ടെത്തി എന്ന് വരാം. ചിലർക്ക് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്പം ചിലവൊക്കെ കൂടാവുന്ന സമയമാണ്. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരുഭാഗ്യസ്ഥാനത്ത് ഉച്ചരാശി നിന്ന് 5-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. ജന്മരാശിയിലേക്കും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാത്രകൾ വഴിയോ, ഇപ്പോൾ യാത്രകളിലൊക്കെ യാത്ര പോകുന്നവർ ആ യാത്ര മധ്യേ, അല്ലെങ്കിൽ പഠന നടത്തുന്നവർ ആ പഠന ചുറ്റുപാടുകളിൽ, അതുപോലെ ഈ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർ, അപ്പം എവിടുന്നെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർ ഒരു പ്രണയ പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പ്രണയബന്ധത്തിന് സാധ്യതയുണ്ട്. അത് നല്ല രീതിയിലുള്ള ഒരു പ്രണയബന്ധത്തിൻ്റെ സാധ്യതയാണ് കാണിക്കുന്നത്. മാരിറ്റൽ റിലേഷൻഷിപ്പ് ചിന്തിക്കുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു, മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് ചിലപ്പോൾ സ്പിരിച്വൽ തലത്തിലുള്ള ഒരു യാത്രയാകാം, അല്ലെങ്കിൽ ദൂരയാത്രകൾ, ദൂരെ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള യാത്രയാകാം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയാകാം. എന്തായാലും ജീവിത പങ്കാളിക്ക് വേണ്ടി അല്പം പണച്ചെലവൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലൂടെ നമുക്ക് ദാമ്പത്യ ബന്ധം ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് അവർ ഫോക്കസ് ചെയ്യുകയും പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവർക്ക് ഒരു ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ 4ാം ഭാവാധിപനായിട്ടുള്ള ശനി 5-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 4-ലാണെങ്കിൽ രാഹു ഉള്ള സമയമാണ്. അപ്പോൾ ആദ്യ പകുതിയൊക്കെ ആ 4 നിൽക്കുന്ന രാഹുവിനെയൊക്കെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ വേണമെങ്കിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാം. ഇപ്പോൾ ചിലപ്പോൾ സന്താനങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകാം. അതുപോലെ ചിലപ്പോൾ ചിലർ ഈ വാസസ്ഥാനം, നമ്മുടെ പാർപ്പിടമൊക്കെ നവീകരിക്കുന്നതിനൊരു ശ്രമം ഉണ്ടാകാം. ചിലർക്ക് വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകാം.
അപ്പം സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. അപ്പം 4 രാഹു നിൽക്കുന്നതുകൊണ്ട് അതിനൊന്നും തടസ്സമില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി സറൗണ്ടിങ്സ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതേസമയം നമുക്ക് ഈ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2 ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, 2 ശനിയുടെ ദൃഷ്ടിയുണ്ട്, അപ്പം 4 രാഹുവുണ്ട്. മാത്രമല്ല ആദ്യ പകുതി ആ രാഹുവിൻ്റെ ശത്രുഗ്രഹമായ സൂര്യൻ്റെ ദൃഷ്ടി ആ രാഹുവിനുള്ള സമയമാണ്. അപ്പം കുടുംബത്തിൽ ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അത് അങ്ങനെ നമ്മൾ സംസാരത്തിൽ അല്പ സംയമനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കൂടുതൽ ഗുണം ചെയ്യും. തർക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഒരു മനസ്സമാധാനക്കുറവ് പരിഹരിക്കുന്നതിനൊക്കെ അത് സഹായകമാണ്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷനിൽ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു കെയർ കൊടുത്ത് പോവുക. അങ്ങനെ വന്നാൽ നമുക്ക് ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. സെപ്റ്റംബർ 1, 2, 5, 6, 14, 15 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം വൃശ്ചികക്കുറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ്. അപ്പോൾ ഈ വൃശ്ചികക്കൂറിൽ പെടുന്നവർക്ക് ചിലർക്ക് മാത്രമേ വൃശ്ചിക ലഗ്നം വരികയുള്ളൂ. അപ്പോൾ വൃശ്ചികക്കൂറും വൃശ്ചിക ലഗ്നവും വന്നിട്ടുള്ളവർക്ക് ഈ ഫലം ഏറെക്കുറെ ശരിയായിരിക്കും. അതേസമയം വൃശ്ചികക്കൂറിൽ പെടുന്നവർക്ക് വൃശ്ചിക ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ അവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ സെപ്റ്റംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കറക്റ്റ് ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ച് പറയുന്ന ഫലമാണ്. പക്ഷേ ഒരു വ്യക്തി ജനിക്കുന്നത് ആ ജനന സമയത്ത് ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ ഏതാണ്, അപകാരം ഏതാണ്, ഛിദ്രം ഏതാണ്. അപ്പം വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് അവലോകനം ചെയ്യുന്നത് നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.